إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന അവൻ്റെ നല്ലവരായ അടിമകളായി തീരുവാൻ വേണ്ടിയാണ്. അല്ലാഹു പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുവർഗങ്ങളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ. തുടർന്ന് അല്ലാഹു പറഞ്ഞു, മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വതിൽ മതീൻ. അല്ലാഹു അവൻ്റെ സൃഷ്ടികളിൽ നിന്നും ഉപജീവനം യാതൊരു കാര്യവും ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് സൃഷ്ടികൾക്ക് അല്ലാഹു ആകുന്നു ഉപജീവനം നൽകുന്നവൻ. തീർച്ചയായും അല്ലാഹു എല്ലാവർക്കും ഉപജീവനം നൽകുന്നവനാണ്, എല്ലാ ശക്തിയും ഉള്ളവനാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമിതാണ്. നമ്മളോരോരുത്തരും ജീവിച്ചു പോകുന്നു, നമ്മുടെ പ്രായങ്ങൾ കടന്നു പോകുന്നു. നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. ദുനിയാവിൻ്റെ പളവളപ്പുകളിൽ ജീവിച്ചു മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം ഇതാണ് എന്നത് ആവർത്തിച്ച് വീണ്ടും വീണ്ടും നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ അത് അംഗീകരിക്കുകയും അത് പ്രഖ്യാപിക്കുകയും അതിനനുസൃതമായ ജീവിതം മുന്നോട്ട് നയിക്കുകയും വേണം എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അല്ലാഹു നമ്മളിപ്പോൾ കേട്ട ആയത്തിൽ പറഞ്ഞില്ലേ, ഉപജീവനം, ഭക്ഷണം അല്ലാഹു അവൻ്റെ അടിമകൾക്ക് നൽകുമെന്നാണ്. നമ്മുടെ ഭൗതിക കാര്യങ്ങൾ, ദുനിയാവിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ കച്ചവടം, അതുമായി തിരക്കിലായിക്കൊണ്ട് അല്ലാഹു നമ്മെ എന്തിനാണ് സൃഷ്ടിച്ചത് എന്നത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. കാരണം റബ്ബ് നമ്മുടെ ഉപജീവനം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു നിശ്ചയിച്ച അവസാനത്തെ ഉരുള ഭക്ഷണം അത് വായിൽ വെച്ചിട്ട് മാത്രമേ നമ്മൾ ഓരോരുത്തരും മരിക്കുകയുള്ളൂ. നമ്മുടെ ഉപജീവനം കൃത്യമാണ്. അല്ലാഹു നമുക്ക് എന്താണ് നിശ്ചയിച്ചത്, അല്ലാഹു എന്താണ് നമുക്ക് കിട്ടണമെന്ന് ഉദ്ദേശിച്ചത്, എന്ത് നമുക്ക് കിട്ടേണ്ടതില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചു, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഈ മഹത്തായ അടിസ്ഥാനം ഓർമ്മിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് തിരക്ക് പിടിച്ച ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നു, മരണം അതിന് പ്രായപരിധിയില്ല, പ്രായമില്ല. തലേന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങിയ ആളുകൾ പിറ്റേന്ന് നേരം പുലരുമ്പോൾ ആകെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിലാണ്, മരണത്തിന് കീഴടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജീവിതം അവസാനിക്കും.
എപ്പോഴാണ് അവസാനിക്കുക എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതം അള്ളാഹുവിൻ്റെ തൃപ്തി അതിലായിക്കൊണ്ട് ജീവിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം ഇതാണ്. നമ്മുടെ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം അത് മനസ്സിലാക്കുക. അല്ലാഹു തആല നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ആദ്യം നിർബന്ധമാക്കിയ കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അംഗീകരിക്കുക. അല്ലാഹു പറഞ്ഞു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അവന്റെ പ്രവാചകനെ വിളിച്ചു പറയുകയാണ്, ഓ നബിയെ, താങ്കൾ അറിയുക, താങ്കൾ പഠിക്കുക, തീർച്ചയായും അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല. വസ്തഗ്ഫിർ ലിദംബിക്, ശേഷം താങ്കളുടെ തെറ്റുകളിൽ നിന്നും അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കുകയും മനസ്സിലാക്കുകയും അതോടൊപ്പം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അഥവാ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും അള്ളാഹുവിനെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്കുണ്ടാവാൻ പാടില്ല. റബ്ബിൻ്റെ കൽപ്പനകൾ അത് ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിനോട് എതിരിട്ടുകൊണ്ട്, അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് റബ്ബല്ലാത്തവരെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും നമ്മൾ എത്തിപ്പോവരുത് എന്നതാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അറിയിച്ചിട്ടുള്ളത്. സഹോദരങ്ങളെ, ഈ ദീനിൻ്റെ അടിത്തറയാണിത്, ഈ ദീനിൻ്റെ അടിസ്ഥാനമാണിത്. അള്ളാഹു എല്ലാ പ്രവാചകന്മാരെയും അയച്ചത് ഇത് പറയാനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ 1.25 ലക്ഷത്തോളം നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ട്. ആ നബിമാരെല്ലാം തങ്ങളുടെ സമൂഹത്തോട്, സമുദായത്തോട് പറഞ്ഞത് ഇതാണ്. അള്ളാഹു പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബലിക മിർ റസൂലിൻ. ഓ നബിയെ, മുഹമ്മദ് നബിയെ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഒരു റസൂലിനെയും ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണം എന്ന് വഹി നൽകിക്കൊണ്ടല്ലാതെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ പ്രബോധനം ചെയ്ത അടിസ്ഥാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ശുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അവിടുന്ന് ഇങ്ങോട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെല്ലാവരും തങ്ങളുടെ സമുദായത്തോട് പറഞ്ഞ വാക്ക് വരെ അള്ളാഹു അറിയിച്ചിട്ടുണ്ട്. യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു. എൻ്റെ സമൂഹമേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലാഹുവല്ലാത്ത ഒരു ഇലാഹും ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല തന്നെ. സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും 17 തവണ 5 നേരത്തെ നിസ്കാരങ്ങളിൽ അള്ളാഹുവിനോട് പ്രഖ്യാപിക്കുന്നു, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. അഥവാ ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിന്, ആരാധനകൾ മുഴുവനും അള്ളാഹുവിന്. റബ്ബിനോട് ചോദിക്കേണ്ട എല്ലാ സഹായാർത്ഥനയും അള്ളാഹുവിനോട് മാത്രം എന്ന് പ്രഖ്യാപിക്കുകയാണ് ഓരോ മുസ്ലിമും 5 നേരത്തെ നിസ്കാരങ്ങളിലൂടെ. അതെങ്ങനെ ചെയ്യണം? അങ്ങേയറ്റത്തെ വിനയത്തോടെ, അങ്ങേയറ്റത്തെ താഴ്മയോടെ, റബ്ബിനോടുള്ള സ്നേഹത്തോടെ, അള്ളാഹുവിനുള്ള പ്രതീക്ഷയോടെ, റബ്ബിനോടുള്ള ഭയപ്പാടോടുകൂടി ചെയ്യേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഈ ഇബാദത്ത് റബ്ബിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. അഥവാ സഹോദരങ്ങളെ, ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നും ഒരായത്ത് പാരായണം ചെയ്തു. വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിങ്ങളുടെ റബ്ബിദ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. സഹോദരങ്ങളെ, അള്ളാഹു പറയുന്നു അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, ഇബാദത്തുകൾ റബ്ബിന് മാത്രം സമർപ്പിക്കാൻ അള്ളാഹു അറിയിക്കുന്നു. ശേഷം അള്ളാഹു പറഞ്ഞു, ആരാണോ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ അഹങ്കാരം നടിക്കുന്നത് അവൻ നിന്ദ്യനായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച ഈ ആദർശത്തിന് നേർ വിപരീതമാണ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുക,
അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടുക, അഥവാ റബ്ബിനോട് ചോദിക്കേണ്ട സഹായം അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുക എന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നബിമാര് പഠിപ്പിച്ച ആദർശത്തിന് നേർ വിപരീതമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. കാന ബൈന ആദമ വനൂഹിൻ 10 ഖുറൂൻ. ആദം അലൈഹിസ്സലാമിനും നൂഹ് നബി അലൈഹിസ്സലാമിനും ഇടയിൽ 10 തലമുറകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. കുല്ലുഹും അലാ ശരീഅത്തിൻ മിനൽ ഹഖ്. എല്ലാവരും യഥാർത്ഥ അള്ളാഹുവിൻ്റെ ശരീഅത്തിലായിരുന്നു, സത്യത്തിൻ്റെ പാതയിലായിരുന്നു. ഫഖ്തലഫു, അവർ ഭിന്നിച്ചു. എന്താണ് ഫഖ്തലഫു, അവർ ഭിന്നിച്ചു എന്ന് പറഞ്ഞാൽ അവരിൽ ശിർക്ക് ഉടലെടുത്തു, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു. ഫബഅസ അല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ. അപ്പോൾ അള്ളാഹു അതാ അവൻ്റെ നബിമാരെ, പ്രവാചകന്മാരെ, റസൂലുമാരെ നിയോഗിച്ചു. അള്ളാഹുവിനെ അനുസരിക്കുന്ന, റബ്ബിനെ മാത്രം ആരാധിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർക്ക് നരകമുണ്ട് എന്ന് താക്കീത് ചെയ്യാൻ അള്ളാഹു അവൻ്റെ പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ശരീഅത്തിലായിരുന്നു 10 തലമുറകൾ. അവരിൽ അള്ളാഹു പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി യാതൊന്നും സംഭവിച്ചിരുന്നില്ല. പിന്നെപ്പോഴാണ് അള്ളാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി ശിർക്ക് ഉടലെടുത്തത്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന സമുദായത്തിൽ 5 മഹാന്മാർ, 5 സാലിഹീങ്ങൾ, 5 ഔലിയാക്കന്മാർ ജീവിച്ചിരുന്നു. അള്ളാഹു അറിയിച്ചു, ആ നാട്ടിലുള്ള നേതാക്കന്മാർ, ഉസ്താദുമാർ പറഞ്ഞു, വഖാലു ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റ. ഇതാ നിങ്ങൾ നിങ്ങളുടെ ഇലാഹുകളെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന, വിളിച്ചു തേടുന്ന ഇടയാളന്മാരാക്കുന്ന ആളുകളെ ഉപേക്ഷിക്കരുത്. വലാ തദറുന്ന വദ്ദൻ, വദ്ദിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലാ സുവാഅൻ, സുവാഇനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലാ യഗൂസ, യഗൂസിനെ ഉപേക്ഷിക്കരുത്. വയഊഖ വനസ്റ, യഊഖിനെയും നസ്റിനെയും ഉപേക്ഷിക്കരുത്. 5 ആളുകളുടെ പേരുകൾ അള്ളാഹു ഈ ആയത്തിലൂടെ അറിയിക്കുന്നു. ആരാണ് ഈ 5 ആളുകൾ? ഈ 5 ആളുകൾ കല്ലുകളും മരങ്ങളും ബിംബങ്ങളും വിഗ്രഹങ്ങളുമല്ല, മറിച്ച് ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാ, അതുപോലെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ, മഹാന്മാരായ മുഫസ്സിറുകളാണ്, ഖുർആൻ വ്യാഖ്യാതാക്കളാണ്. അവർ പറഞ്ഞു, കാനു ഖൗമൻ സാലിഹീന ബൈന ആദമ വനൂഹിൻ. ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിൽ ജീവിച്ച സാലിഹീങ്ങളായ ആളുകളായിരുന്നു. സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ, ആരെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ അറിയിച്ചത്? സാലിഹീങ്ങളായ ആളുകളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്, ഔലിയാക്കന്മാരെ നിങ്ങൾ വിട്ടുകളയരുത്, നിങ്ങൾ അവരെ ഉപേക്ഷിക്കരുത് എന്ന് സമൂഹത്തിൽ ജീവിച്ച നേതാക്കന്മാർ വിളിച്ചു പറയുകയാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും നൂഹ് നബിയുടെയും ഇടയിൽ ജീവിച്ച ആളുകൾ ശരീഅത്തിലായിരുന്നു, ഹക്കിലായിരുന്നു. ഇങ്ങനെയുള്ള സാലിഹീങ്ങളുടെ വിഷയത്തിൽ അവർ അതിർകവിഞ്ഞു, അവർ അവരെ ആരാധിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചത്. തഫ്സീറുകളിൽ നമുക്ക് കാണാം, വകാന ലഹും അത്ബാഉൻ യഖ്തദൂന ബിഹിം. ഈ 5 മഹാന്മാർ, അവർക്ക് അവരെ പിൻപറ്റുന്ന, അവർക്ക് അവരുടെ ചില ശിഷ്യന്മാരുണ്ടായിരുന്നു. ഫലമ്മാ മാതു, അങ്ങനെ അവർ മരണപ്പെടുകയുണ്ടായി. ഖാല അസ്ഹാബുഹും അല്ലദീന കാനൂ യഖ്തദൂന ബിഹിം, അവരുടെ ശിഷ്യന്മാരായിരുന്ന, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, ലൗ സവ്വർനാഹും കാന അശ്വഖ ലനാ ഇലൽ ഇബാദത്തി ഇദാ ദക്കർനാഹും. ഈ മരിച്ച മഹാന്മാരുടെ ഖബറിനരികിൽ അവരുടെ രൂപങ്ങൾ, അവരെ മനസ്സിലാക്കാനുള്ള ചിത്രങ്ങൾ, അടയാളങ്ങൾ ഉണ്ടാക്കിയാൽ അവരെ കാണുമ്പോൾ, അത് കാണുമ്പോൾ ഇബാദത്ത് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടാകും, ഇബാദത്തിനോട് നമുക്ക് താല്പര്യമുണ്ടാകും, ഇബാദത്തിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാമെന്നവർ പറഞ്ഞു. ഫസവ്വറൂഹും, അവരങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചു. ഫലമ്മാ മാതു, ആ സമൂഹം മരണപ്പെട്ടു, അവരുടെ കാലം കഴിഞ്ഞു. വജാഅ ആഖറൂൻ, അവരുടെ മക്കൾ വന്നു, ഈ നാട്ടുകാരുടെ മക്കൾ വന്നു. ദബ്ബ ഇലൈഹിം ഇബ്ലീസ്, അവരിലേക്ക് പിശാച് വന്നു, ഇബ്ലീസ് വന്നു. ഫഖാല, എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്നമാ കാനൂ യഅ്ബുദൂന ബിഹിം വബിഹിം യുസ്ഖൗനൽ മതറ. ഈ 5 ആളുകളെ, ഈ മഹാന്മാരെ നിങ്ങളുടെ ഉപ്പമാർ, ഉപ്പാപ്പമാർ, നിങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നു. ഈ ആളുകളോട് മഴക്ക് ചോദിക്കാറുണ്ടായിരുന്നു. ഫഅബദൂഹും, ആ സമൂഹവും അവരെ ആരാധിക്കാൻ തുടങ്ങി. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ പഠിപ്പിക്കപ്പെട്ട ഒരു സമൂഹം മഹാന്മാർ മരിച്ചപ്പോൾ, മരണപ്പെട്ടപ്പോൾ
അവരുടെ ഖബറിനരികിൽ പോയി അവിടെ ഇരുന്നു ആരാധനകൾ ചെയ്തു. അങ്ങനെ പിന്നീട് അവരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്കെത്തി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന ഇടയാളന്മാരെ വിളിച്ചു തേടുന്ന അവസ്ഥയിലേക്ക് ലോകത്ത് ആദ്യമായി ശിർക്ക് ഉടലെടുത്തത് എന്ന് തഫ്സീറുകളിൽ കാണാം. സഹോദരങ്ങളെ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മുഴുവനും പ്രഖ്യാപിച്ച പ്രബോധനം ചെയ്ത ഹക്കാണ്, സത്യമാണ്. അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്നത് പ്രവാചകന്മാർ പഠിപ്പിച്ച ആദർശമാണ്. ഇതിനെതിരായിട്ടാണ് മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിൽ നിന്ന് ആരംഭിച്ച് മക്കയിലെ മുശ്രിക്കുകൾ വരെ ഈ ആദർശമെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് അവർ ഒരുപാട് ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു, ആരാധിച്ചിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചു തേടിയിരുന്നു. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ചിരുന്നു. ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങി ഒരുപാട് ആളുകളെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ 2 ന്യായങ്ങൾ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറഞ്ഞാൽ നേതാക്കന്മാർക്ക് പരാതി ബോധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തൗഹീദ് പഠിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് എന്നത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. അതാണ് അഹ്ലുസുന്നത്തിൻ്റെ ആദർശം. അതാണ് യഥാർത്ഥ സുന്നികളുടെ ആദർശം എന്നത് നമ്മൾ പഠിച്ചിരിക്കണം. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞതായി അള്ളാഹു അറിയിക്കുന്നു. എന്തിനാണ് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് 2 ന്യായങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നവർ പറയും, ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അമ്പിയാക്കൾ, ഔലിയാക്കൾ, മലക്കുകൾ, ജിന്നുകൾ അതുപോലെയുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ള ശുപാർശക്കാരാണ്. സൂറത്തു യൂനുസിൽ 10-ാം അധ്യായം 18-ാമത്തെ ആയത്തിൽ സഹോദരങ്ങളെ ഇത് നമുക്ക് കാണാം. ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഈ ഔലിയാക്കന്മാർ നമുക്ക് ശുപാർശ ചെയ്യും. നമ്മൾ ദോഷികളല്ലേ, പാപികളല്ലേ? നമ്മൾ നേരെ ചോദിച്ചാൽ അള്ളാഹു കേൾക്കോ? അള്ളാഹു ഉത്തരം തരോ? അതുകൊണ്ട് ഇടയാളന്മാരെ നിശ്ചയിക്കണം, എന്നിട്ട് അവരോട് ചോദിക്കണം. അവർ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കും. ഈ വാക്ക് അഹ്ലുസുന്നത്തിന്റെ ആദർശമാണോ സഹോദരങ്ങളെ? അല്ല എന്നാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അറിയിക്കുന്നത്. അള്ളാഹു ചോദിക്കുന്നു, ഖുൽ നബിയെ, ഇത് പറയുന്ന ആളുകളോട് തിരിച്ചു ചോദിക്കുക, അതുനബ്ബിഊനല്ലാഹ ബിമാ ലാ യഅലമു ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശങ്ങളിലോ ഭൂമിയിലോ അള്ളാഹുവിന് അറിയാത്ത വല്ല കാര്യവും നിങ്ങൾ അള്ളാഹുവിന് അറിയിച്ചു കൊടുക്കുകയാണോ? അഥവാ സഹോദരങ്ങളെ, ഒരു പ്രയാസമുണ്ടായാൽ അള്ളാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം ഇടയാളനെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ട ഒരു ദുരവസ്ഥ ലോകത്തൊരു മനുഷ്യനുമില്ല. കാരണം പ്രാർത്ഥനകൾ കേൾക്കുന്നവൻ അള്ളാഹുവാൻ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ അള്ളാഹുവാൻ. എല്ലാ കാര്യങ്ങളും അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നു. ആ റബ്ബിനെ ഇടയാളന്മാർ മുഖേന അറിയിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? അയാൾക്ക് പ്രയാസം വന്നാൽ വിളിച്ചു തേടുന്നു, റബ്ബേ എനിക്ക് പ്രയാസമുണ്ട്, നീ നീക്കിത്തരണേ എന്ന് പറഞ്ഞാൽ അള്ളാഹു അറിയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? മറിച്ച് മുഹീദ്ദീൻ ഷെയ്ഖേ, നമ്മുടെ കാര്യം നിങ്ങളൊന്ന് അള്ളാഹുവിനോട് പറയണം എന്ന് പറഞ്ഞു ഒരു മധ്യവർത്തിയിലൂടെ റബ്ബിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം എന്നാണോ ഈ ആളുകൾ പറയുന്നത് എന്ന് അള്ളാഹു ചോദിക്കുകയാണ്. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നു, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. അവർ ഈ പറയുന്ന ഈ വാദം ഷിർക്കാണ് എന്ന് അള്ളാഹു ആയത്തിലൂടെ അറിയിക്കുന്നു. അവർ ചെയ്യുന്ന ഷിർക്കിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാണ്. സഹോദരങ്ങളെ നോക്കൂ, ഒന്നാമത്തെ ന്യായം ഇതാണ്, അവർ നമുക്കുള്ള ശുപാർശക്കാരാണ്. രണ്ടാമത്തെ ന്യായം സൂറത്തു സുമറിൽ നമുക്ക് കാണാം. അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, ഈ ആളുകളോട് ചോദിച്ചാൽ, ഈ ആളുകളോട് നിങ്ങൾ എന്തിനാണ് ഔലിയാക്കന്മാരെ വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, നമ്മൾ ഈ ആളുകളെ വിളിക്കുന്നില്ല അള്ളാഹുവിലേക്ക് അവർ നമുക്ക് സാമീപ്യം ഉണ്ടാക്കി തരും, നമ്മെ അള്ളാഹുവിലേക്ക് അവർ അടുപ്പിക്കും എന്നതിനു വേണ്ടിയല്ലാതെ നമുക്ക് നേരിട്ട് അടുക്കാൻ സാധിക്കുകയില്ല. കാരണം നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ, ഒരുപാട് ദോഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് നേരിട്ട് പോവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഔലിയാക്കന്മാർ മുഖേന പോകണം, അവരിലൂടെ മാത്രമേ അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇതും മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ ന്യായമാണ്. ഇതിന് അള്ളാഹു മറുപടി പറഞ്ഞു, ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ. അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടായ ഈ കാര്യത്തിൽ
അള്ളാഹു ഖിയാമത്ത് നാളിൽ തീർപ്പ് കൽപ്പിക്കും. ഇന്നല്ലാഹ ലാ യഹ്ദി, തീർച്ചയായും അള്ളാഹു റബ്ബുൽ ആലമീൻ ഹിദായത്തിലാക്കുകയില്ല, നേർമാർഗത്തിലാക്കുകയില്ല. മൻ ഹുവ കാദിബുൻ കഫാർ, നന്ദികെട്ട നിഷേധിയായ, അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചവനായ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. സഹോദരങ്ങളെ, ഈ രണ്ടാമത്തെ വാദം പറഞ്ഞ ആളുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നു, അവരെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. എന്താണ് അവരുടെ അവസ്ഥ? അവർ കാദിബാണ്, കളവ് പറയുന്നവരാണ്. കാരണം അള്ളാഹു പറയാത്ത വാദമാണത്. അതുപോലെ കഫാർ, നന്ദി കെട്ടവരാണ്, നിഷേധികളാണ്, അള്ളാഹുവിൻ്റെ ആയത്തിനെ നിഷേധിക്കുന്നവരാണ് അവർ എന്ന് അള്ളാഹു അറിയിക്കുന്നു. ഈ രണ്ടായത്തുകളും സഹോദരങ്ങളെ നമ്മൾ പഠിച്ചു വെക്കണം. നേതാക്കന്മാരെ തിരുത്താൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലുള്ള സാധുക്കളായ നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം, തിരുത്താൻ അവസരമുണ്ടാക്കി കൊടുക്കണം. ഖുർആനിലെ ആയത്താണിത്, പരിശുദ്ധ ഖുർആനിലെ അള്ളാഹുവിൻ്റെ ആയത്തുകളാണിത്. അതുകൊണ്ട് യഥാർത്ഥ ലാ ഇലാഹ ഇല്ലല്ലയിൽ അള്ളാഹുവിൻ്റെ നബിമാർ പഠിപ്പിച്ച ആദർശത്തിൽ ജീവിച്ചു മരിക്കാൻ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും അഹോരാത്രം പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച അമ്പിയാക്കളും അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ച ആദർശം, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹതയുള്ള ഒരാളും തന്നെയില്ല എന്നതാണ്. മഹാനായ താബിഈ ഖതാദ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച്, കാനൂ ഇദാ ഖീല ലഹും മൻ റബ്ബുക്കും വഖാലിഖുക്കും, മക്കയിലെ മുശ്രിക്കുകളോട് ആരാണ് നിങ്ങളുടെ റബ്ബ്, ആരാണ് നിങ്ങളുടെ സ്രഷ്ടാവ് എന്ന് ചോദിക്കപ്പെട്ടാൽ, അതുപോലെ വമൻ ഖലഖസ് സമാവാതി വൽ അർദ് വഅൻസല മിനസ് സമാഇ മാഅ, ആരാണ് ആകാശ ഭൂമികൾ സൃഷ്ടിച്ചത്, ആരാണ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിക്കപ്പെട്ടാൽ, ഖാലു, അവർ പറയും, അല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകളോട് ആരാണ് നിങ്ങളുടെ റബ്ബ്, ആരാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ആരാണ് ആകാശഭൂമികൾ സൃഷ്ടിച്ചത്, ആരാണ് മഴ വർഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവർ പറയും അല്ലാഹു. ഫയുഖാലു ലഹും മാ മഅനാ ഇബാദതികുമുൽ അസ്നാം, പിന്നെ നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ, ബിംബങ്ങളെ, അതുപോലെയുള്ള കാര്യങ്ങളെ ആരാധിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചോദിക്കപ്പെട്ടാൽ അവർ പറയും ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അവർ നമ്മെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും. വയശ്ഫഊന ലനാ ഇൻദഹു, നമുക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയും. സഹോദരങ്ങളെ, ഈ രണ്ട് ന്യായങ്ങളല്ലാതെ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹു അല്ലാത്ത ആളുകളെ മധ്യവർത്തികളായി ഇടയാളന്മാരാക്കി റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന, അങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് മറ്റൊരു ന്യായവും പറയാനില്ല. നമ്മൾ പഠിച്ചു വെക്കണം. അതുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വെമ്പൽ കൊള്ളുന്നവരോട്, അല്ലാഹു അല്ലാത്തവരെ ഇടയിൽ നിർത്തി പ്രാർത്ഥിക്കാൻ വെമ്പൽ കൊള്ളുന്നവരോട് അല്ലാഹുവിൻ്റെ ഖുർആൻ ധാരാളക്കണക്കിന് ആയത്തുകൾ പറഞ്ഞിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ കേട്ട ആയത്ത് അതിന് തെളിവാണ്. വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബിദാ നിങ്ങളോട് പറയുന്നു, ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. സഹോദരങ്ങളെ, എന്നോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ റബ്ബിനെ വിട്ട്, ഇല്ല റബ്ബെ നിന്നോട് നേരിട്ട് നമ്മൾ ചോദിക്കുകയില്ല, ഒരു ഇടയാളന്മാരെ വെച്ചിട്ട് മാത്രമേ നമ്മൾ ചോദിക്കുകയുള്ളൂ എന്ന് പറയുന്ന ആളുകളുടെ ദുരവസ്ഥ എന്തൊരു ഖേദകരമാണ്, എന്തുമാത്രം ഖേദകരമാണ് അത്തരം ആളുകളുടെ അവസ്ഥ. എന്നോട് ചോദിക്കൂ എന്ന് റബ്ബ് പറയുക, ഇല്ല റബ്ബെ നേരിട്ട് ചോദിക്കുക എന്നത് വഹാബികളുടെ ആദർശമാണ്, അതുകൊണ്ട് നമ്മൾ ഇടയാളന്മാരെ നിർത്തി മാത്രമേ ചോദിക്കുകയുള്ളൂ എന്ന് പറയുന്ന ദുരവസ്ഥയിലേക്ക് സഹോദരങ്ങളെ നമ്മൾ എത്തിപ്പെടരുത്. അത് തൗഹീദിന് വിരുദ്ധമാണ്, അത് തൗഹീദിനെതിരാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ്. അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നു, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചു പോയ ദലാലത്തിലായ ആരുണ്ട്, സുന്നത്ത് ജമാഅത്തിലായ ആരുണ്ട് എന്നല്ല, വഴികേടിലായ ആരുണ്ട് എന്നാണ്. എന്താണ് അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അവസ്ഥ? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർക്ക് ഉത്തരം നൽകുകയില്ല ഈ ആളുകൾ. ഖിയാമത്ത് നാൾ വരെ മുഹീദ്ദീൻ ഷെയ്ഖെ, ബദരീങ്ങളെ, മുമ്പർത്തങ്ങളെ, സി എം മടവൂരെ, അള്ളാഹുവിൻ്റെ റസൂലെ എന്ന് വിളിച്ചാൽ അവരാരും ഉത്തരം നൽകുകയില്ല.
മാത്രമല്ല വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, ഈ വിളിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയെ തൊട്ട് വിളിയെ തൊട്ട് അവർ അശ്രദ്ധരാണ്. വൈദാ ഹുശിറന്നാസു കാനൂ ലഹും അദാഅൻ, നാളെ പരലോകത്ത് മഹ്ശറിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മഹാന്മാരെല്ലാം ഇവരുടെ ശത്രുക്കളായി മാറും. വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ, ഇവർ വിളിച്ചു പ്രാർത്ഥിച്ച അവരുടെ ഇബാദത്ത്, അവരുടെ ദുആ, അവരുടെ തേട്ടം ഈ മഹാന്മാർ നിഷേധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നി ആദർശം എന്ന് പറഞ്ഞാൽ, അഹ്ലുസുന്നത്തിന്റെ ആദർശം എന്ന് പറഞ്ഞാൽ റബ്ബിനോട് നേരിട്ട് ചോദിക്കുക എന്നതാണ്. ഒരിടയാളന്മാരുമില്ലാതെ ഒരു മധ്യവർത്തിയുമില്ലാതെ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുക എന്നതാണ്. അള്ളാഹു പറഞ്ഞില്ലേ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ. ഹസ്ബി അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എനിക്ക് അള്ളാഹു മതി എന്നാണ്. എനിക്ക് അള്ളാഹു മതി എന്നാണ്. ആ റബ്ബ് പോരെ, ആ അള്ളാഹു പോരെ. എന്തിന് ഇടയാളന്മാർ, എന്തിന് മധ്യവർത്തികൾ? മഹാന്മാരെ, ഔലിയാക്കന്മാരെ, അമ്പിയാക്കളെ ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം, അവരെ ആദരിക്കണം. അവർ പഠിപ്പിച്ചത് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അങ്ങനെ സാലിഹീങ്ങളായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം, പരിശ്രമിക്കണം. അതിലായി മരിക്കാൻ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പക്ഷെ അവരെ വിളിച്ച് പ്രാർത്ഥിക്കാനോ അവരെ ഇടയിൽ നിർത്താനോ പാടുള്ളതല്ല എന്നാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് അഹ്ലുസുന്നത്തിൻ്റെ ആദർശം. പലപ്പോഴും പുറത്തു പറയാൻ മടിച്ചിട്ടുള്ള ഷിർക്കിൻ്റെ ആദർശങ്ങൾ, ഷിർക്കിൻ്റെ ആശയധാരകൾ ഇന്ന് മുസ്ലിയാക്കന്മാർ, ഉസ്താദുമാർ പുറത്തു പറയുന്നു, പ്രഖ്യാപിക്കുന്നു, അതുപോലെ പരാതികൾ ബോധിപ്പിക്കുന്നു. നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കണം. ദഅവത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ശക്തമാക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതല്ലെങ്കിൽ നമ്മളെല്ലാവരും കുറ്റക്കാരാകും എന്നതുകൂടി സഹോദരങ്ങളെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ ഷിർക്കിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഈ ഉമ്മത്തിനെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇസ്ലാമിലായിക്കൊണ്ട്, ഈമാനിലായിക്കൊണ്ട്, തൗഹീദിലായിക്കൊണ്ട് മരിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ സത്യം മനസ്സിലാക്കാത്ത ആളുകൾക്ക് ഹിദായത്തിൻ്റെ വെള്ളി വെളിച്ചം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് തിരുത്താനുള്ള അവസരം അള്ളാഹു നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ. അല്ലാഹുമ്മ ആതി നുഫൂസനാ തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.